2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ കോൺഗ്രസ് പഞ്ചാബിൽ നിന്ന് മാത്രം നേടിയെടുത്തു. 13 സീറ്റുകളിൽ ബിജെപിക്ക് ഇത്തവണ ഒരു സാധ്യതയുമില്ല എന്നത് വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ എങ്ങനെയാണ് ധാരണ എന്നത് ഇപ്പോഴും വ്യക്തമാക്കാത്ത സാഹചര്യമാണ് പഞ്ചാബിലുള്ളത്. ആം ആദ്മി പാർട്ടി എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ ഇറക്കിയപ്പോൾ കോൺഗ്രസും എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ ഇറക്കി മത്സരിപ്പിക്കുകയാണ്. ഗുരുദാസ്പൂർ അടക്കമുള്ള ചില മേഖലകൾ ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. എന്നാൽ ഇത്തവണ പല മണ്ഡലങ്ങളിലും നഷ്ടങ്ങൾ സംഭവിക്കുമെന്നത് വ്യക്തമായിരിക്കുകയാണ്. കോൺഗ്രസ് പല മണ്ഡലങ്ങളും പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലും കോൺഗ്രസ് വിജയം ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. ഭാഗവത് മാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇന്ത്യ സഖ്യം വിജയിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അല്ലാതെ ആം ആദ്മി പാർട്ടിയെ വിജയിപ്പിക്കുക എന്ന് എവിടെയും ഉച്ചരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആം ആദ്മി കോൺഗ്രസ് ധാരണ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇത്തവണ ആം ആദ്മിക്ക് വേണ്ടി 5ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തിക്കുകയാണ് എന്ന് ബിജെപി ആരോപിക്കുന്നു. എന്നാൽ ബിജെപിയും ശിരോമണി അകാലിദളിനെയും പരാജയപ്പെടുത്തുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. ശിരോമണി അകാലിദളുമായുള്ള സഖ്യം കൊണ്ട് ബിജെപിക്ക് നഷ്ടമേ ഉണ്ടാകുമെന്നാണ് ഒരു ബിജെപി നേതാവ് പറയുന്നത്. ഇത് ബിജെപിയിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നു. പഞ്ചാബിൽ ബിജെപിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച 2 സീറ്റ് പോലും ഇപ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ്. 2014 അമൃത്സറിൽ അരുൺ ജെയ്റ്റ്ലി മത്സരിക്കുമ്പോൾ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് കോൺഗ്രസിന്റെ അമരീന്ദർ സിംഗിനോട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. പഞ്ചാബ് എന്നത് കോൺഗ്രസിന്റെ തട്ടകമാണ്. ബിജെപിക്ക് ബാലികേറാമലയും. എന്നാൽ കോൺഗ്രസിനുള്ളിലെ പടലപ്പിടക്കമാണ് ആം ആദ്മി പാർട്ടിക്ക് അവിടെ സർക്കാർ ഉണ്ടാക്കാൻ കാരണമായത്. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര വിഷയങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തുകയും ഇത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയും ചെയ്തു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് മറ്റു രീതിയിലാണ്. അത് മുന്നിൽ കണ്ടാണ് കോൺഗ്രസിന്റെ നീക്കം. കോൺഗ്രസ് കഴിഞ്ഞ തവണ വിജയിച്ച 8ഓളം മണ്ഡലങ്ങളിൽ ശക്തമായ മുന്നേറ്റം നടത്തുകയും മറ്റു മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമാക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളും മെനയുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു പ്രകടനമാണ് പഞ്ചാബിൽ കോൺഗ്രസ് കാഴ്ചവെക്കുന്നത്. എന്നാൽ പോളിംഗ് ഏത് രീതിയിൽ ബാധിക്കുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യ സഖ്യത്തിന് 10ഓളം സീറ്റുകൾ പഞ്ചാബിൽ നേടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്.